ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അറിയിച്ചിരിക്കുന്നത്. അന്വേഷണം തൃപ്തികരമല്ല. അന്വേഷണത്തിന് കണ്ണൂർ റേഞ്ച് DIGയെ ചുമതലപ്പെടുത്തിയ കോടതി വിധി ആശ്വാസം നൽകുന്നതല്ല. നിയമ പോരാട്ടം തുടരും എന്നും കുടുംബം അറിയിച്ചിരിക്കുന്നു. ഏതറ്റം വരെ മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ ഞാൻ ഹർജി സമർപ്പിച്ചത്. ഉത്തരവ് വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്. ഇനി ഞങ്ങൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. തൃപ്തികരമല്ല. അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സംശയങ്ങൾ. എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്തായാലും മഞ്ജുഷ പറഞ്ഞതുപോലെ സംശയങ്ങളായി തന്നെ അവശേഷിക്കുകയാണ്. ആ സംശയങ്ങൾക്ക് ഒരു അറുതി വരുത്താനാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണവും അത് മുന്നോട്ട് പോകട്ടെ എന്നൊരു തീരുമാനത്തിൽ ആണ് CBI അന്വേഷണം വേണ്ട എന്ന ഹർജിയിൽ ഇപ്പോൾ ഹൈക്കോടതി തീർപ്പ് ആക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി അവരുടെ മുന്നിലുള്ള ആദ്യത്തെ ചോയ്സ് എന്ന് പറയുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയല്ലേ. ഇന്ന് തന്നെ ഇതിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമോ? എന്താണ് നവീൻ ബാബുവിൻ്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത്? മിഥുൻ. നവീൻ ബാബുവിന്റെ കുടുംബം അറിയിക്കുന്നത് അവരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ, കൂടിയാലോചനകൾ ആവശ്യമാണ്. അഭിഭാഷകരുമായിട്ടുള്ള കൂടിയാലോചനകൾ, ഒപ്പം ഈ കുടുംബത്തിന് നിയമസഹായം നൽകുന്ന അഭിഭാഷകരുണ്ട്. ഇവരുമെല്ലാമായിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷം കൃത്യമായി തന്നെ ഈ കേസിൽ CBI അന്വേഷണം വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബത്തിന്റെ ആവശ്യം അറിയിച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അറിയിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള ആക്ഷേപം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആശങ്കയായിരുന്നു അവർക്ക്. അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിലും പോലീസിലും വിശ്വാസം നഷ്ടപ്പെട്ട കുടുംബം CBI അന്വേഷണം ആവശ്യമാണ് എന്നുള്ള ആവശ്യം അറിയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പ്രധാനമായിട്ടും പല കാര്യങ്ങളിലായിരുന്നു തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ആക്ഷേപം ഉന്നയിച്ചിരുന്നത്, ആശങ്ക അറിയിച്ചിരുന്നത്. അത് പ്രധാനമായിട്ടും ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലെത്തി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെയും ഒപ്പം പ്രവീൺ ബാബു സഹോദരനടക്കമുള്ള ആളുകളുടെ മൊഴിയെടുത്തത് ഒരു പ്രഹസനം എന്ന രീതിയിലായിരുന്നു എന്നുള്ള ഒരു ആശങ്ക അവർ ഉന്നയിച്ചിരുന്നു. അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ തങ്ങളുടെ പക്കൽ നിന്നും മൊഴിയെടുക്കൽ ഘട്ടത്തിൽ നടത്തിയിരുന്നില്ല എന്നുള്ള ആക്ഷേപമായിരുന്നു അവർ പ്രധാനമായിട്ടും ഈ മൊഴിയെടുക്കൽ ഒരു പ്രഹസനമാണ് എന്നുള്ള രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നത്. അതൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഉണ്ടായിരിക്കുന്ന വൈരുദ്ധ്യമാണ്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ മരണസമയത്ത് മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിരുന്നു. മിഥുൻ, വളരെയധികം നന്ദി. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലുമായി മുന്നോട്ട് പോകുമെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം തൃപ്തികരമല്ല. കണ്ണൂർ റേഞ്ച് DIG അന്വേഷണ ചുമതല ഏൽപ്പിച്ച കോടതി വിധി ആശ്വാസം നൽകുന്നതല്ല എന്നും മഞ്ജുഷ പറഞ്ഞിരിക്കുന്നു.